എല്ലാ മുതിർന്നവരുടെ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. എപ്പോഴായിരുന്നു നിങ്ങൾ അവസാനമായിട്ട് കളറിങ് ചെയ്തത്? ഒരു കളർ പെൻസിൽ എടുത്ത്, അല്ലെങ്കിൽ സ്കെച്ച് പെൻ എടുത്ത്, അല്ലെങ്കിൽ പെയിൻറ്റും ബ്രഷും എടുത്തിട്ട് ഒരു കളറിങ് പേജ് കളർ ചെയ്തത്, അല്ലെങ്കിൽ ഒരു ചിത്രം വരച്ച് അത് കളർ ചെയ്തത്? നമ്മൾ ചിരിച്ചുകൊണ്ട് പറയും ഇതൊക്കെ കൊച്ചുകുട്ടികളുടെ ആക്ടിവിറ്റീസാണ്, ഇതൊന്നും നമ്മൾക്ക് മുതിർന്നവർക്ക് ബാധകമല്ല എന്ന് പറയും. പക്ഷേ ഒരുപാട് റിസർച്ച് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ കളറിംഗ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റിക്ക് ഒരു ഏജ് ലിമിറ്റും ഇല്ല, ഏത് പ്രായത്തിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അത് എത്രത്തോളം നമ്മുടെ ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് സ്റ്റിമുലേഷനെയും ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെയും ഹെൽപ്പ് ചെയ്യുന്നതെന്നും ഡിമെൻഷ്യനെ നമുക്കൊരു പരിധി വരെ അത് തടയാനും അല്ലെങ്കിൽ പിടിച്ചു നിർത്തുവാനും സഹായിക്കുമെന്ന് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഏജ് ലിമിറ്റേഷനും ഇല്ല. നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഹോബിയാണ് കളറിങ്. നമ്മൾ കളറിങ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആദ്യം ആ പിക്ചറിലേക്ക് നോക്കുന്നു. അത് എന്ത് വേണമെങ്കിലും ആവാം. ഒരു സീനറി ആവാം, അല്ലെങ്കിൽ ഒരു ബേർഡ്സിൻ്റെ പിക്ചർ ആവാം, അല്ലെങ്കിൽ പൂക്കളാവാം, ഒരു താഴ്വരയുടെ പിക്ചർ ആവാം. എന്ത് പിക്ചറാണെങ്കിലും നമ്മൾ ആദ്യം നമുക്കൊരു വിഷ്വൽ സ്റ്റിമുലേഷൻ ഉണ്ടാവുന്നു അല്ലേ? നമ്മളത് കഴിഞ്ഞിട്ട് കളേഴ്സ്, നമുക്ക് ഏത് കളേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പെൻസിൽസ് ആണോ, ക്രയോൺസ് ആണോ, അല്ലെങ്കിൽ വാട്ടർ കളറാണോ, ആക്രിലിക് പെയിൻ്റ് ആണോ? അപ്പം നമ്മൾ ആ കളേഴ്സ് എല്ലാം കാണുന്നു. അതും ഒരു വിഷ്വൽ സ്റ്റിമുലേഷനാണ്. നമ്മൾ എന്നിട്ട് അതിൽ നിന്ന് കളേഴ്സ് ചൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ് അതൊക്കെ വർക്ക് ചെയ്യുന്നത്. ഏത് കളേഴ്സ് ചൂസ് ചെയ്യണം, ഏതൊക്കെ കോമ്പിനേഷൻസ് യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം. പിന്നെ നമ്മുടെ ബ്രഷ് അല്ലെങ്കിൽ പെൻസിൽ ഹോൾഡ് ചെയ്യുന്നപ്പോൾ നമ്മുടെ വിരൽത്തുമ്പോൾ ആ ഒരു ടെക്സ്ട്രിറ്റി അത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കളർ ചെയ്യുമ്പോൾ നമ്മുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ നമ്മൾ ഇപ്പോൾ കളർ ചെയ്യുമ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യണം എന്നില്ല, പക്ഷേ ആ ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ കളറിങ് ചെയ്യുന്ന ടൈം മുഴുവൻ നമ്മളുടെ ഫോക്കസും അറ്റൻഷനും ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനാണ്. പിന്നെ ഈ കളർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിലും അത് ചെയ്ത് കഴിഞ്ഞിട്ടും ഉണ്ടാകുന്ന നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം, ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിനും ഓവറോൾ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിനും വളരെ നല്ലതാണ്. ഇപ്പോൾ കളർ ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കളറിങ് പിക്ചേഴ്സ് വരച്ചിട്ട് കളർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കളറിങ് ബുക്സ് വാങ്ങിക്കാം, അല്ലെങ്കിൽ പ്രിൻറ്റഡ് കോപ്പീസ് എടുത്തിട്ട് അതിൽ കളറിങ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എളുപ്പത്തിലുള്ളൊരു വഴി, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺസിൽ, നമ്മളിപ്പോൾ ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്, നമ്മുടെ മൊബൈൽ ഫോൺസിലെല്ലാം പല തരത്തിലുള്ള ആപ്സ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പെന്നും ബ്രഷും ഒന്നും പിടിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഡിജിറ്റലി നമുക്ക് കളറിങ് ചെയ്യാൻ പറ്റും. അപ്പം എന്തെങ്കിലും തരത്തിൽ നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്നത് നല്ലതാണ്.